ഹായ്, ഐ എം ആയിഷ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് വേസ്റ്റ് ക്ലോത്ത് വെച്ചിട്ട് ഒരു അടിപൊളി ഹെയർ ബാൻഡ് ഉണ്ടാക്കി വയ്ക്കാമല്ലോ. ഒന്നല്ല രണ്ടല്ല 3 ഹെയർ ബാൻഡായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ബിഗിനേഴ്സിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഹെയർ ബാൻഡും കൂടിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമ്മളിവിടെ 4 കട്ടിംഗ് പീസസ് എടുക്കുന്നുണ്ട്. അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അത് നോക്കിയിട്ട് ചെയ്യാം. കട്ട് ചെയ്ത ശേഷം നമുക്കിത് ഫോൾഡ് ചെയ്യണം. ഫോൾഡ് ചെയ്ത ശേഷം അയണും ചെയ്യണം. അയൺ ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓവർ ടെമ്പറേച്ചറിലിട്ട് ഒരിക്കലും അയൺ ചെയ്യരുത്. ഇനി ഓവർ ടെമ്പറേച്ചറിലിട്ട് അയൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുകളിലൊരു പ്ലെയിൻ പേപ്പറും കൂടി വെച്ചിട്ട് നിങ്ങൾ അയൺ ചെയ്താൽ മതി. അപ്പോൾ എത്ര ഹീറ്റിൽ നിങ്ങൾ അയൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആ പേപ്പർ അതൊന്ന് കൺട്രോൾ ചെയ്തോളും. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനലിൻ്റെ നെയിം ആയിഷസ് വേൾഡ് ആയതുകൊണ്ട് തന്നെ ആയിഷയ്ക്ക് പ്രത്യേകിച്ച് കണ്ടൻറ്റും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാം മീൻസ് എയർബോസ്, ക്രാഫ്റ്റ്, ആർട്ട്, കാലിഗ്രാഫി, മെഹന്തി, പിന്നെ കുറച്ച് ഹാക്സും കാര്യങ്ങളൊക്കെ കേട്ടോ. എന്തായാലും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് എന്തായാലും വരുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി പറയാൻ മറന്നു, നമ്മൾ എയർബോസിൻ്റെ കിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 199 രൂപയ്ക്കും 299 രൂപയ്ക്കും 499 രൂപയ്ക്കും 999 രൂപയ്ക്കാണ് നമ്മൾ കിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. അപ്പോൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, കോൾ ചെയ്യരുത്. വാട്സപ്പിൽ മാത്രം മെസ്സേജ് അയക്കുക. കാറ്റലോഗിൽ ഞാൻ അതിൻ്റെ പ്രൈസിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് മെസ്സേജ് അയക്കുക. കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തേക്കും നമ്മൾ ഹെയർ ബാൻഡിൻ്റെ ഏകദേശ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാനിവിടെ നൂല് ചുറ്റിയിട്ട് അതിൻ്റെ എൻഡ് കെട്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് തുന്നിയിട്ട് കെട്ടിട്ട് കൊടുക്കാൻ പറ്റും. അതിനേക്കാൾ സിമ്പിളാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ 3 ചെയ്തെടുത്തിട്ടുണ്ട്. 3 ഡിഫറെൻറ്റ് സൈസിലാണ് കേട്ടോ. ഇത് 3 അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അറ്റാച്ച് ചെയ്യുമ്പോൾ ഒരിക്കലും നൂലുകൊണ്ട് കെട്ടിട്ട് കൊടുക്കുകയൊന്നും ചെയ്യരുത്. ഗ്ലൂ തന്നെ യൂസ് ചെയ്യുക. അത് നിങ്ങൾക്ക് ഏത് ഗ്ലൂ വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. B7000 ഗ്ലൂ ഗണ്ണ് ഏത് വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ഇതുപോലെ 3 ലെയർ ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. നമുക്കിത് ഉണങ്ങിയ ശേഷം ഇതിന് സെൻറ്റർ കൂടെ ഒരു പീസ് ചുറ്റി കൊടുക്കണം കേട്ടോ. ഇതുപോലെ നമുക്ക് ചുറ്റി കൊടുക്കണം. ചുറ്റി കൊടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളിത് ചുറ്റിയ ശേഷം ഒട്ടിച്ചു കൊടുക്കുമല്ലോ. അപ്പോൾ ഗ്ലൂ ഗണ്ണ് ഓവറായിട്ട് യൂസ് ചെയ്യരുത്. യൂസ് ചെയ്താൽ അതിൻ്റെ ഗ്ലൂ പുറത്തേക്ക് കാണിക്കും. അപ്പോൾ അത് ഭയങ്കര ബോറായിട്ട് നിൽക്കും. അതുകൊണ്ട് നിങ്ങൾ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നല്ല ശ്രദ്ധിച്ച് യൂസ് ചെയ്യുക. പുറത്തേക്ക് വരാത്ത രൂപത്തിൽ ഒട്ടിച്ചു കൊടുക്കുക. ഈ പീസ് ചെയ്യാൻ നമ്മൾ മെഷർമെൻറ്റും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ബാക്കി വരുന്ന പീസ് നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. നമുക്കിത് അല്ലിഗേറ്റർ ക്ലിപ്പിലേക്കോ ഹെയർ ബാൻഡിലേക്കോ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഹെയർ ബാൻഡിലേക്കാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഹെയർ ബാൻഡിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായ ഒന്ന് ലൈക്ക് അടിക്കണം കേട്ടോ. ഇനി ഇതുണ്ടാക്കാൻ വലിയ കോസ്റ്റ് ഒന്നും വരുന്നില്ല. ഹെയർ ബാൻഡിൻ്റെ ക്യാഷ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.